ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ഇടാൻ ടൈം കിട്ടാറില്ല. 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ലോങ് വീഡിയോ ഇടാറ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എപ്പോഴും പറയാറ് പോലെ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഒക്കെയാണ് എനിക്ക് വേണ്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രചോദനം ഈ ഒരുപാട് വീഡിയോസ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇതിലിടുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പൊ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെലവില്ലാതെ നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാം, അല്ലെങ്കിൽ ആക്നെ, സ്കാർസ്, ബ്രേക്ക്ഔട്ട് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോ ആക്കി ഷൈൻ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സത്യത്തിൽ നമ്മുടെ സ്കിൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. കറുപ്പാണോ വെളുപ്പാണോ എന്നുള്ളതൊന്നും അല്ല നമ്മൾ പ്രശ്നം. നമ്മുടെ സ്കിന്നിനെ നമ്മൾ എങ്ങനെ കാണുന്നു, നമ്മൾ എങ്ങനെ ഇത്രയും കോൺഫിഡൻസോടെ കാണുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ നോക്കിയിട്ട് അയ്യോ ഞാൻ കറുത്തു പോയവളാണല്ലോ എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. കുറച്ച് നീണ്ടു പോയാലും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ഈ പറയുന്നത് വലിയ രീതിയിലുള്ള കാശ് കൊടുത്ത് സ്കിൻ കെയർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ 8 സ്റ്റെപ്സ്, 6 സ്റ്റെപ്സ്, 9 സ്റ്റെപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് റൂട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്ന് ഞാൻ എൻ്റെ ആക്നെ, സ്കാർസും ബ്രേക്ക്ഔട്ട്സ് ഒക്കെ മാറ്റി സ്കിൻ ക്ലിയർ ആക്കി വെക്കുന്നത്. അതാണ് നിങ്ങളോട് ആദ്യം എനിക്ക് പറയുന്നത്. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് വേണ്ടുള്ളത്. അല്ലാതെ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ നമുക്ക് നല്ലൊരു സ്കിൻ വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ നടക്കുന്ന കാര്യമേ അല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്കൊരു 20 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കര അലർജറ്റിക് ഫോമിൽ ഒരുപാട് ആക്നെയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതെനിക്ക് ഒരു പരിധി വരെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. ഒരു പരിധി വരെ എനിക്കൊരു ഒരു 75% അല്ല, ഒരു 50% വരെ എനിക്കൊരു ക്യൂർ ചെയ്യാൻ പറ്റി. ബട്ട് അതിൻ്റെ ഒരു പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര രീതിയിൽ ഉണ്ടായിരുന്നു. അത് മാറ്റിയത് ഞാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മളുടെ ഫേസിൽ ഒരു ആക്നെ വരുമ്പോൾ നമ്മളത് കുത്തി പൊട്ടിക്കരുത്, അല്ലെങ്കിൽ നഖം കൊണ്ട് പൊട്ടിക്കാതിരിക്കുക. കാരണം നമ്മൾ ആക്നെയിൽ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ, ഒരു പഴുത്തിട്ട്, അത് നമ്മുടെ ആ ആക്നയിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഈ ബാക്ടീരിയാസ് തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഈ ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിച്ചിട്ട് അവിടെ ആക്നെയെ ക്യൂർ ചെയ്യാൻ ചെയ്യുകയാണ്. അതാണ് ഇങ്ങനെ പഴുത്തിട്ട് പൊങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ നഖം യൂസ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആ വൈറ്റ് ബ്ലഡ് സെൽസ് പോവും, ബാക്ടീരിയാസ് പുറത്ത് വരും, നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ ആക്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ആക്നെ വന്നെന്ന് പറഞ്ഞിട്ട്, ഒരു പിമ്പിൾ വന്നെന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊട്ടിക്കാതിരിക്കുക. തന്നെ അത് മാറും. പിന്നീട് ഇനി പിഗ്മെന്റേഷൻ ഞാൻ എങ്ങനെ മാറ്റി എന്നുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 50%ഓളം എൻ്റെ ആക്നെയും കാര്യങ്ങളും ഒരുപാട് അവർ തന്നെ ക്യൂർ ചെയ്ത് കളഞ്ഞു. ബട്ട് അതിന്റെ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്തു. എനിക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ എള്ള് അരച്ച് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടി. എനിക്ക് അതൊരു ഗ്ലോ തന്നു എൻ്റെ സ്കിന്നിന്. ബട്ട് എൻ്റെ പിഗ്മെന്റേഷൻ ഒന്നും മാറിയില്ല. പിന്നീട് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ രക്തചന്ദനവും തേനും കൂടെ മിക്സ് ചെയ്ത് രാത്രിയിൽ പുരട്ടി എന്നുള്ള കാര്യമാണ്. ഞാൻ അന്ന് എനിക്ക് ആ ഒരു പെട്ടെന്ന് എൻ്റെ പിഗ്മെന്റേഷൻ മാറണമെന്ന് പറഞ്ഞ 1 മണിക്കൂറോളം എൻ്റെ സ്കിന്നിൽ ഞാൻ അത് വെച്ചു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു 25 മിനിറ്റ്സ് വരെ അങ്ങനെ ചെയ്തിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ ഫേസിനുള്ള ടാൻ കാര്യങ്ങൾ മാറും. നമുക്ക് ഓവറായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് നിങ്ങളെ ഒരു 2 to 3 ഷെയ്ഡ്സോളം നല്ലൊരു സ്കിന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും, കളർ വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇന്നോ നാളെ വെളുക്കുന്ന കാര്യമല്ല.
നിങ്ങൾ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം ഈ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അത് 100% ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്കിന്ന് നമ്മൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ ചെയ്ത സ്കിൻ റൂട്ടീനിലൂടെയാണ് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കരുത്. നമ്മൾ എപ്പോഴും എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സ്കിന്നിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ച് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിപ്പോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കാത്ത രീതിയിൽ ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നല്ല ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടോണർ, ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു സമയത്ത് ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ടോണറായിട്ട്. റോസ് വാട്ടർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ 35 ഏജിന് എബോ ആണെങ്കിൽ പോലും നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്താൽ നമുക്ക് നല്ല പോലെ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നമ്മളെ പോഴ്സ് ഒക്കെ ഒന്ന് അടഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ 35 വയസ്സ് കഴിഞ്ഞവർക്കായാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ സ്കിന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താണ് ക്ലെൻസ് ചെയ്യണം. ടോണർ ആണെങ്കിൽ വലിയ വില കൂടിയ ടോണറൊന്നും വേണ്ട, ഒരു റോസ് വാട്ടർ മതി നിങ്ങൾക്ക്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ ആണ്. അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു മോയ്സ്ചറൈസർ ഇടുക. പിന്നെ ഒരുപാട് ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആണ്, എനിക്ക് ഇത് അലർജറ്റിക് ആയിട്ടുള്ള പിമ്പിൾസ് ആണ് വന്നത്. അപ്പൊ ഡ്രൈ സ്കിൻ ആകുമ്പോൾ ഞാൻ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പണ്ട് എനിക്ക് എൻ്റെ ഇട്ട് കൂട്ടുന്ന പൈസ വെച്ചിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാറ്, സ്കിൻ കെയറുള്ള സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഹിമാലയയുടെ കുക്കുംബർ പ്ലസ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉണ്ട്. അത് ഒരുപാട് ഡ്രൈ ആക്കത്തില്ല. അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. 75 റുപ്പീസ് കൊടുത്താൽ നമുക്കത് മേടിക്കാൻ പറ്റും. ഇപ്പൊ എത്ര ആണെന്ന് വില എനിക്കതിൽ 80 ആണ്, 80 95 ആണ്. ആ ഒരു ഫേസ് വാഷ് നല്ലതാട്ടോ. പിന്നീട് ഞാൻ ഹിമാലയയുടെ തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തത് നറിഷ്മെന്റ് ആയിട്ട്. അത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ നമ്മുടെ ഫേസിൽ. അത് ഞാൻ യൂസ് ചെയ്ത് VLCCയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത്, അത് നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് നമ്മൾ ആദ്യമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു ആപ്റ്റായി വരത്തില്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്നിനോട് അത് യോജിച്ച് അടിപൊളിയായിട്ട് വരും. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. പിന്നീട് സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീട്ടിൽ നിൽക്കുമ്പോഴായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്തിരിക്കണം. സൺസ്ക്രീൻ ഇപ്പം വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഗ്ലോ ആയിട്ട് സ്കിന്ന് കിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ വെയിലെന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ജനലിന്റെ അവധിയിൽ കൂടെ തന്നെ അതിന്റെ റേസ് വരുന്ന ഒരു കാര്യമാണ് വീട്ടിനുള്ളിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു SPF 30 ഉള്ള ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക വീട്ടിൽ നിൽക്കണം. പുറത്തിറങ്ങുമ്പോൾ മിനിമം ഒരു 50 എങ്കിലും യൂസ് ചെയ്യണം. അത് PA+++ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ഭയങ്കര രീതിയിൽ നല്ലതാണ്. സ്വെറ്റിംഗ് ഓവർ ആയിട്ടുള്ളവർക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സത്യമായിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോഴായാലും ഒരു ക്ലെൻസിങ് ബാമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കയ്യിൽ ഒരു റിമൂവർ ഉണ്ട്. ഇത് കണക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അത് റിമൂവ് ചെയ്യുന്ന കാര്യം, അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ സാധാരണ ഇപ്പൊ കരിയൊന്നും പോയില്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് എണ്ണ കരിയൊക്കെ പോയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ കളഞ്ഞ് ഫേസിൽ നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് സൺസ്ക്രീൻ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഒരു നേരം ഇട്ടാൽ മതി. വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒരു നേരം ഇടണം. അപ്പൊ ഞാനിങ്ങനെ ഡബിൾ ക്ലെൻസിങ് അങ്ങനെ ഭയങ്കര രീതിയിലൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് നല്ലപോലെ ഒരു ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയത്തേ ഉള്ളൂ. ഇനി നിങ്ങൾ പുറത്ത് പോയി ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രിയിൽ ഒരു നൈറ്റ് ക്രീം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ ലാപ്ടോപ്പിലൊക്കെ ഒരുപാട് നൈറ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ലാപ്ടോപ്പിലുള്ള റേസ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാർഷാണ്. അത് നമ്മുടെ സ്കിന്നിന് പിഗ്മെന്റേഷൻ വരുത്തും. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിലായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എല്ലാവരും യൂസ് ചെയ്യേണ്ട, ലാപ്ടോപ്പിൽ ഒരുപാട് നേരം സ്ക്രീൻ ടൈം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പം ഈ ഒരു 3 സ്റ്റെപ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിന് ഒരുപാട് വിലയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. നമ്മൾ ഒരുപാട് എണ്ണയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്ത് എന്തൊക്കെയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൈബർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക.
പിന്നെ ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ, ഏത്തക്ക ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അടിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് 1-2 ദിവസം കൊണ്ടൊന്നും എടുക്കത്തില്ല. കണ്ടിന്യൂസ് ഞാൻ ഒരു വർഷത്തോളം കുടിച്ചപ്പോൾ എൻ്റെ സ്കിന്നും ബോഡിക്കൊക്കെ നല്ല പോലെ മാറ്റം വന്നു. അതുമാത്രമല്ല, ബാത്ത് ചെയ്തിട്ട് വന്ന ഉടനെ നമ്മളെ ബോഡിയിൽ നല്ല ഒരു നറിഷ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഡ്രൈ സ്കിൻ ആണ്, ബോഡിയിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു നറിഷിങ് ക്രീം തന്നെ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. ലോഷനെക്കാട്ടി ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ നമ്മുടെ കാൽപാദം കാര്യങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ കാൽപാദം നന്നായിട്ട് കഴുകിയിട്ട് ഒരു വാസലിൻ അപ്ലൈ ചെയ്ത് ഒരു സോക്സ് ഇട്ട് കിടക്കുവാണെങ്കിൽ നമ്മുടെ കാൽപാദം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ ഇട്ടെന്ന് പറഞ്ഞ് ഓടി പോവരുത്. 15 മിനിറ്റും 20 മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. പിന്നെ എപ്പോഴും ഒരു കൊട എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒരു ഷോൾ. കാരണം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് അത് ഒരു 50% പ്രൊട്ടക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ബാക്കി 50% നമ്മൾ എങ്ങനെ നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് വെയിലിൻ്റെ പോയി നിന്ന കറുത്ത് കരിങ്കുരങ്ങായിട്ട് വരും. സോ അങ്ങനെ ചെയ്യരുത്. ഒരു കൊട തീർച്ചയായിട്ടും എടുക്കണം. ഒരു പരിധി വരെ സൺസ്ക്രീന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ബാക്കിയെല്ലാം നമ്മളുടെ കയ്യിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ എന്റെ കണ്ടിന്യൂസ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 1-2 ദിവസം കൊണ്ടല്ല, ഒരു വർഷം എനിക്ക് എടുത്തു എൻ്റെ സ്കിന്നിനെ ഞാൻ പഴയ പോലെ ആക്കിയെടുക്കാൻ, അലർജി പിമ്പിൾസിൽ നിന്ന് പഴയ പോലെ ആക്കിയെടുക്കാൻ. അതൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ആക്നെ വരുന്നവരാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ഈ വേപ്പില നമുക്ക് കിട്ടും. വേപ്പില അരച്ച് മുഖത്തിടുവാണെങ്കിൽ ഒരുപാട് നമ്മുടെ കണക്ക് പിമ്പിൾസ് കുറയും. അത് കണക്ക് തന്നെ വേപ്പിലയുടെ കൂടെ നിങ്ങൾ മഞ്ഞൾ കൂടെ മിക്സ് ചെയ്ത് ഇടുവാണെങ്കിൽ പിമ്പിൾസ് കുറയും. പക്ഷെ മഞ്ഞൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. അത് നിങ്ങളുടെ സ്കിന്നിന് ഡാർക്ക് ആക്കും. കാരണം എന്ന് വെച്ചാൽ മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുർക്കുമിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് വെയിലിന്റെ റേസിനെ നന്നായിട്ട് അബ്സർവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ടാൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചേ പറ്റും. അപ്പം പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ വിയർക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിലുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഷൈൻ ആവും, നമ്മുടെ ബോഡി നല്ല ഷേപ്പ് ആവും, നിങ്ങൾ നല്ല സുന്ദരന്മാരും ആവും. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് സൂപ്പർ ആവും. പിന്നെ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് സിറവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് സിറത്തിനെ കുറിച്ചൊന്നും പറഞ്ഞു തരാൻ വലുതായിട്ട് അറിയത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു സിറം അപ്ലൈ ചെയ്യുമായിരുന്നു, ഇസഡാമിന്റെ. അത് വില കുറഞ്ഞൊരു സിറം, പക്ഷെ വില കുറവാണെങ്കിലും അത് അടിപൊളി റിസൾട്ടാണ് എനിക്ക് തന്നത്. എന്റെ സ്കിൻ നല്ല പോലെ ഒരു ഗ്ലോ കിട്ടി എനിക്ക്. അതാണ് എനിക്ക് അതിന് കിട്ടിയത്. പിന്നെ ഞാൻ എനിക്ക് ഇവിടെ ഒരു പിഗ്മെന്റേഷൻ വന്നപ്പോൾ ഞാൻ കോജിക് ആസിഡിന്റെ സിറം അപ്ലൈ ചെയ്തിരുന്നു. രാത്രി മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, രാവിലെ ഞാൻ ചെയ്യാറില്ല. ഞാൻ സിറം ഒന്നും വീട്ടിൽ നിൽക്കുമ്പോൾ വിറ്റാമിൻ സി സിറം രാവിലെ ഇടും, പുറത്തു പോകുമ്പോൾ ഞാൻ ഇടാറില്ല. പിന്നെ നൈറ്റ് ആണ് ഞാൻ സിറോ നൈറ്റ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യാറ്. അല്ലാതെ ഇതിൽ കൂടുതൽ ഞാൻ ഒരു സിറവും ഒരു സ്കിൻ കെയർ ഇപ്പോഴും ചെയ്യുന്നില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. കാരണം ഈ ഒരു 3 സ്റ്റെപ്പും പിന്നെ എനിക്ക് അത്യാവശ്യമുള്ള എന്റെ കൺസേൺ അനുസരിച്ച് ഞാനൊരു വിറ്റാമിൻ സി, കാരണം ഡള്ളായിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം. എപ്പോഴും സിറം അപ്ലൈ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ഏതൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നവരായാലും നിങ്ങൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അത് ഗുണമുള്ളൂ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്, പൈസ വേസ്റ്റ് ആവുന്ന കാര്യം. സിറം അപ്ലൈ ചെയ്ത് ഇപ്പൊ വെളുക്കാന്ന് പറഞ്ഞാൽ വെളുക്കത്തില്ല, അത് 2-3 വീക്ക് എടുക്കും. നിങ്ങൾ ടൈം കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യമായാലും ഇന്ന് ചെയ്ത് നാളെ വെളുക്കുമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കണ്ടിന്യൂസ് ചെയ്യുക. ചിലപ്പം മാസങ്ങൾ എടുക്കും, ചിലപ്പം ഒരു വർഷം എടുത്തെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങളുടെ സ്കിൻ അടിപൊളിയാക്കി തരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളിയാക്കി തരും. സോ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് യൂസ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ മതി നമ്മുടെ സ്കിന്നിന്. അത് വെച്ച് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയാക്കി തരും. നമ്മുടെ കളർ, നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ബ്ലാക്കിനെ ഇഷ്ടപ്പെടുക, നമ്മളെ കളറിനെ നമ്മൾ ഇഷ്ടപ്പെടുക. അല്ലാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്
ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരാത്ത ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ സ്കിന്നിൽ. പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത കാര്യം നമ്മൾ ചെയ്യണം. അതിനേക്കാളും നല്ലത് ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാക്കി തരും നിങ്ങളുടെ സ്കിൻ. അതുപോലെ അത് മതി. അപ്പം പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് സിറം കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത്രേ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇപ്പോഴും അത്രേ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചുരുക്കി ഞാൻ പറഞ്ഞിരിക്കുക, പക്ഷെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.